ഇന്ന് ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കൂടാൻ പോയപ്പോ അവിടെ കുട്ടികൾ പാട്ട് പാടി ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്നാക്ക് പരാതി. അമ്നയും കളിച്ചു, പക്ഷെ എന്നാലും അമ്നാക്ക് ഭയങ്കര സങ്കടവും പരാതി. അവൾക്ക് കളിച്ചത് പോരത്രേ. പിന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇവിടെ വന്ന് സ്പീക്കറിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ അയാനും അമ്നയൊക്കെ കുറച്ചു നേരം കളിച്ചു. പിന്നെ ഞാൻ കാലോട്ട് വയ്യാത്തോണ്ട് കാലൊക്കെ നീട്ടി അവരെ കളിയൊക്കെ കണ്ട് കുറച്ചു നേരമൊക്കെ ഇരുന്നു. കുറേ നേരമൊക്കെ അവർ കളിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാളും പിന്നെ അടി ഉണ്ടാക്കലൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ നല്ലപോലെ കളിച്ച് പിന്നെ അടി ഉണ്ടാക്കി, കരച്ചിലായി, ബഹളമായി. പിന്നെ പാട്ടും കൂട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചു എനിക്ക് ദേഷ്യം വന്നിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അയാനുന് ഞാൻ ചോറൊക്കെ കൊടുത്ത്. ഇന്ന് ഞാൻ അവന് മുട്ടച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടച്ചോറൊക്കെ കൊടുത്തു. പിന്നെ അത് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുളിക്കണതിൻ്റെ മുന്നേ അവന് കുറച്ച് നേരം ഫോണുമ്മ തോണ്ടണത്രേ. അപ്പോൾ ഒന്ന് തോണ്ടിക്കോട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ അമ്നാടെ ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാനല്ല ആക്കിയത്. അൻസിയാക്കണേൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് വന്ന് ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് പോയതാണ്. കാരണം ഞാൻ എണീക്കാൻ നേരം വൈകി. അതുകൊണ്ട് ലഞ്ച് ബോക്സ് ആക്കലൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ചെന്നത് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മിമോൾ സ്കൂളിലേക്ക് പോയി. പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്ന് വൈകുന്നേരത്ത് ഞാൻ പുതിയ റേഷൻ കാർഡ് എടുത്തിട്ട് ഇതുവരെ കൈ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നില്ല. റേഷൻ കാർഡ് എടുത്തിട്ട് 2 മാസത്തിൻ്റെ മീതെയായി. പക്ഷെ കൈയൊന്നും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാന്ന് കരുതിയിട്ട് ഞാനും ഉമ്മയും അയാനും അമ്മിമോളും പാടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ മെല്ലെ അത് കൂടി ഒന്ന് നടന്നിട്ടൊക്കെ പോയി. കാലായിട്ടൊന്നും വയ്യ, എന്നാലും പതുക്കെ പതുക്കെ മെല്ലെ ഞങ്ങൾ നടന്നങ്ങോട്ട് പോയി. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട്. പിന്നെ അവിടെ പോയി നല്ല തിരക്ക്. പിന്നെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് പിന്നെ ഞാൻ അയാനും അടുത്ത് നിൽക്കണം. കാലുമ്മ കെട്ടൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നാ മോളെ വേഗം വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അയാനും അമ്മയൊക്കെ കൈയൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇമ്മ അവിടെ നിന്നു. അപ്പം എന്നേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.